ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ബോർഡ് എക്സാമിന് ഒരു 10 മാർക്കോളം നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മിനിമം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററുമാണ്, വളരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററുമാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്റർ. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന് മീൻ എങ്ങനെ കണ്ടുപിടിക്കുക, ഒന്ന് മോഡ് എങ്ങനെ കണ്ടുപിടിക്കുക, ഒന്ന് മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുക. 3 കാര്യങ്ങളും നമുക്ക് ഈ പാഠത്ത് പഠിക്കാനുള്ളൂ. പിന്നെ ഈ മീൻ കണ്ടുപിടിക്കാൻ നമുക്ക് 3 മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഒന്ന് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉണ്ട്, ഒന്ന് അസ്യൂംഡ് മീൻ മെത്തേഡ് ഉണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക്, അതായത് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ മീൻ കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് മെത്തേഡായ ഡയറക്റ്റ് മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് മെത്തേഡത്തിൽ ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ സോൾവ് ചെയ്ത് തരാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ സർവേ വാസ് കണ്ടക്റ്റഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആസ് എ പാർട്ട് ഓഫ് ദെയർ എൻവയോൺമെൻറ്റ് അവയർനെസ് പ്രോഗ്രാം in which the following data regarding the numbers of plants in 20 houses in a locality, find the number of plants per house. ഇതാണ് നമ്മൾക്ക് തന്ന ക്വസ്റ്റ്യന്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എന്ത് കാണാൻ പോവുകയാണ്? മീൻ കാണാൻ പോവുകയാണ്. മീൻ നമ്മളിപ്പോൾ ഏത് മെത്തേഡ് വെച്ചിട്ട് അത് കാണാൻ പോകുന്നത്? നമ്മളെ മീനിലെ ഫസ്റ്റ് മെത്തേഡ് ആയ ഡയറക്റ്റ് മെത്തേഡിലാണ് നമ്മളിത് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്പർ ഓഫ് പ്ലാന്റ്സ്, അതാണ് ക്ലാസ് ഇൻ്റർവെൽ 0 to 2, 2 to 4, 4 to 6, 6 to 8, 8 to 10, 10 to 12, 12 to 14. ഇതാണ് നമ്മളെ ക്ലാസ് ഇൻ്റർവെൽ. ഇത് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് ഹൗസസ്, ഇതിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അതായത് FI എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇക്വേഷൻ വരുമ്പോൾ ഇത് FI എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പം നമ്പർ ഓഫ് ഹൗസസ് ആണ് ഇതിൽ FI. ഇനി അടുത്ത നമ്മൾ XI കാണണം, XI. അത് കഴിഞ്ഞിട്ട് FI, XI. ഇതെങ്ങനെ ചെയ്യേണ്ടത്? XI എങ്ങനെ കാണാൻ നമുക്ക് നോക്കുക. XI എന്ന് പറഞ്ഞാൽ എന്താണ്? XI എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അതായത് ഞാൻ ഇവിടെ ഇതാണ് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയാണ് ഇതിന് നമ്മൾ XI കാണുക. ഈ രണ്ടാമത്തെ അതുപോലെ നമ്മൾ ഈ XI ഈ കോളത്തിൽ നമ്മൾ എന്ത് കാണണം? XI കാണണം. അങ്ങനെ നമ്മൾ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? XI കിട്ടും. അപ്പം നമ്മൾ ഓരോന്നിൻ്റെയും XI വാല്യൂ കാണാൻ പോവാന്ന്. അതായത് ഫസ്റ്റത്തെ കോളത്തിൻ്റെ XI എത്ര വരും? 0. അപ്പർ ലിമിറ്റ് എത്രയാണ്? 2. ലോവർ ലിമിറ്റ് എത്രയാണ്? 0 ബൈ 2. അങ്ങനെ വരുമ്പോൾ 2 ബൈ 2 ഈക്വൽ ടു 1. അതായത് ഫസ്റ്റ് കോളത്തിൽ നമുക്ക് XI വാല്യൂ കിട്ടി, നമുക്ക് 1 കിട്ടി. പിന്നെ രണ്ടാമത്തെ കോളത്തിൻ്റെ നമ്മൾ അങ്ങനെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? എങ്ങനെ ഇത് നമ്മൾ ചെയ്യാണ്? 4 പ്ലസ് 2 ബൈ 2. ഇങ്ങനെ ചെയ്താൽ 6 ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ കോളത്തിൻ്റെ XI നമുക്ക് 3 കിട്ടി. മൂന്നാമത്തെ കോളത്തിൻ്റെ എങ്ങനെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. നാലാമത്തെ കോളത്തിൻ്റെ എത്ര കിട്ടും? 7 കിട്ടും. പിന്നെ 9 കിട്ടും, 11 കിട്ടും, 13 കിട്ടും. അങ്ങനെ നമ്മൾ XI വാല്യൂ മൊത്തം കിട്ടി. ഈ മെത്തേഡിലാണ് നമ്മൾ XI വാല്യൂ കാണേണ്ടത്. അതായത് ഞാനിപ്പം മൂന്നാമത്തെ കോളത്തിൻ്റെ XI വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞുതരാം. അപ്പർ ലിമിറ്റ് 6, ലോവർ ലിമിറ്റ് 4 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ XI വാല്യൂ അങ്ങനെ കണ്ട് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ XI വാല്യൂ കണ്ട്. ഇനി ഇതിലൊരു എളുപ്പപ്പണി ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഫസ്റ്റത്തെ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 നമ്മൾ ഫസ്റ്റത്തെ മാത്രം ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. 1 കിട്ടൂലേ? എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ തമ്മിലുള്ള വ്യത്യാസം എത്ര നോക്കുക. ഈ ക്ലാസ് ഇൻ്റർവെൽ തമ്മിലുള്ള വ്യത്യാസം എത്ര? 2 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത് മൂന്നാമത്തതൊന്നും ആഡ് ചെയ്യണമെന്ന് ഇങ്ങനെ ചെയ്ത് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 എന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ ഡിഫറൻസ് എത്ര ആണോ അതിങ്ങനെ കൂട്ടി പോരുക. അതായത് ഫസ്റ്റത്തെ 1 നമുക്ക് കിട്ടി,
അപ്പോൾ രണ്ടാമത്തെ ക്ലാസ് ഡിഫറൻസ് എത്ര 2 അല്ലേ? നമുക്ക് ഡയറക്റ്റ് 1 + 2 3, 3 + 2 5, 5 + 2 7, 7 + 2 9, 9 + 2 11, 11 + 2 13. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ക്ലാസ് ഇൻ്റർവെൽ നമുക്ക് കിട്ടും. ഇനി അടുത്ത കോളത്തിന് നമ്മൾ കാണാൻ പോകുന്നത് FI XI എന്ന് പറഞ്ഞ സാധനമാണ്. എന്താണ് FI XI? നമുക്ക് FI ഇവിടെ കിട്ടിയിട്ടുണ്ട്, XI ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? FI എത്ര കിട്ടി? ഫസ്റ്റത്തെ കോളത്തിൻ്റെ ഫസ്റ്റ്, അതായത് 0 to 2 പ്ലാൻസിൻ്റെതാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. FI ഇൻറ്റു XI. FI എത്രയാണ്? 1. XI എത്രയാണ്? 1. അപ്പോൾ നമുക്ക് FI XI നമുക്ക് 1 കിട്ടും. ഇനി രണ്ടാമത്തെ കോളത്തിൻ്റെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് രണ്ടാമത്തെ കോളത്തിൻ്റെ FI എത്രയാണ്? 2 ഇൻറ്റു 3 എത്ര കിട്ടും? 6 കിട്ടും. മൂന്നാമത്തെ കോളത്തിനെ നോക്കിക്കോ, 1 ഇൻറ്റു 5 എത്ര കിട്ടും? 5. നാലാമത്തെ കോളത്തിനെ നോക്കൂ, 5 ഇൻറ്റു 7 35. അഞ്ചാമത്തെ കോളത്തിനെ നോക്കൂ, 6 ഇൻറ്റു 9 54. ആറാമത്തെ കോളത്തിനെ നോക്കൂ, 2 ഇൻറ്റു 11 എത്രയാണ്? 22. അഞ്ചാമത്തെ കോളത്തിൻ്റെ നോക്കൂ, 3 ഇൻറ്റു 13 39. ഇതാണ് FI XI. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ FI XI ആഡ് ചെയ്യാം. നമുക്ക് നമ്മളെ ഫോർമുല, അപ്പോൾ നമ്മൾ ഈ ടേബിള് നമ്മളിപ്പോൾ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫോർമുല എല്ലാവരും കാണാണ്ട് പഠിക്കണം. ഇതിൻ്റെ ഫോർമുലയാണ് എന്ത്? സിഗ്മ. മീന് കാണാൻ, മീന് ഇൻ ഡയറക്റ്റ് മെത്തേഡിൽ കാണാനുള്ള ഫോർമുലയാണ് എന്ത്? സിഗ്മ FI XI ഡിവൈഡഡ് ബൈ FI. ഇതാണ് എന്ത്? നമുക്ക് മീന് ഡയറക്റ്റ് മെത്തേഡിൽ കാണാൻ യൂസ് ചെയ്യുന്ന ഫോർമുല. അപ്പം നമുക്കിത് കണ്ടില്ലേ, FI XI കിട്ടി. ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുക. ഈ FI XIൻ്റെ ഈ കോളമില്ലേ, FI XIൻ്റെ ഈ കോളം മാത്രം നമ്മൾ ആഡ് ചെയ്യുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സിഗ്മ FI XI എന്ന് പറയുന്നത്. ഈ കോളത്തിന് സിഗ്മ FI XI എന്ന് പറയുന്നത് ഈ കോളത്തിനാണ്. അപ്പോൾ സിഗ്മ FI XI എത്ര കിട്ടും? നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്യുക. 1 + 6 + 5 + 35 + 54 + 22 + 39. ഈ കോളം മൊത്തം നമ്മൾ ആഡ് ചെയ്യുക. ഈ കോളം മൊത്തം നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് എത്ര കിട്ടും? ഈ കോളം മൊത്തം ആഡ് ചെയ്താൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. ഇവിടെ മുതൽ ഇത് മൊത്തം നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 162 കിട്ടും. ഏതൊക്കെയാണ്? ഈ FI XIൻ്റെ കോളത്തിൽ 1 + 6 + 5 + 35 + 54 + 22 + 39 ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ 162 കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടി? സിഗ്മ FI XI = എത്ര നമുക്ക് കിട്ടിയത്? സിഗ്മ FI XI = 162 എന്ന് കിട്ടിയില്ലേ? അപ്പം സിഗ്മ FI XI 162 എന്ന് കിട്ടി. FI എന്ന് പറഞ്ഞാൽ എന്താണ്? FI എത്രയാണ് നമുക്ക് കിട്ടിയത്? FI എന്ന് പറഞ്ഞാൽ സിഗ്മ FI ആണ്. സിഗ്മ FI ആണ് കേട്ടോ. അപ്പോൾ സിഗ്മ FI നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ഇവിടെ FIൻ്റെ കോളം ഉണ്ട്. ഈ കോളം മൊത്തം ആഡ് ചെയ്യുക. അത് സിഗ്മ FI എന്ന് പറഞ്ഞാൽ ഈ കോളം നമ്മൾ മൊത്തം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ടോട്ടൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ് നമ്മളിവിടെ ടോട്ടൽ എഴുതി വെച്ചത്? ഇവിടെ 20 നമ്മൾ എഴുതി വെച്ചില്ലേ? ഇതാണ് നമ്മളെ സിഗ്മ FI എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ മീൻ കാണാൻ പോവാണ്. നമുക്ക് സിഗ്മ FI XI കിട്ടി, സിഗ്മ FI കിട്ടി. നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത്? മീന് ഡയറക്റ്റ് മെത്തേഡിൽ കാണാൻ പോവാണ്. അപ്പം നമ്മൾ മീന് ഡയറക്റ്റ് മെത്തേഡിൽ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. സിഗ്മ FI XI. സിഗ്മ FI XI എത്രയാണ്? 162 ആണ്. സിഗ്മ FI എത്രയാണ്? 20 ആണ്. അപ്പം നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 8.1 കിട്ടും. അപ്പം ഇതാണ് ഇതിൻ്റെ മീന്. അപ്പം മീന് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു.